നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ ബോണ്ട് പാരാമീറ്റർ എന്ന ടോപ്പിക്കാണ്. ബോണ്ട് പാരാമീറ്റർ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ദയവായി അതുകൂടി കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ബോണ്ട് പാരാമീറ്റർ എന്താണെന്ന്. ശരിക്കും എന്താ ഈ പാരാമീറ്റർ? പാരാമീറ്റർ എന്ന് വെച്ചാൽ ആ ഒരു ഇപ്പൊ ഇവിടെ ബോണ്ട് അല്ലേ, ബോണ്ടിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ പാരാമീറ്റർ ചോദിച്ചാൽ ഞാൻ എന്തൊക്കെ പറയും? എന്റെ ഹൈറ്റ് പറയാം, എന്റെ വെയിറ്റ് പറയാം, എന്റെ സൈസ് പറയാം, ഞാൻ പഠിച്ചെന്താണെന്ന് പറയാം. അങ്ങനെ എന്നെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് എന്ത് എന്റെ പാരാമീറ്റർ. അപ്പൊ അതുപോലെ ബോണ്ട്, നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ഇല്ലേ, അതിലെ ഓരോ ബോണ്ടിനെയും അതിന്റെ പാരാമീറ്ററിനെ കുറിച്ച് ഡിഫൈൻ ചെയ്താണ് നമ്മൾ ഓരോന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ബോണ്ട് ലെങ്ത്. ഒന്നാമത്തെയാണ് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് എന്താ നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു ആറ്റം കൺസിഡർ ചെയ്യാം. ഇതാണ് എന്റെ ഒരു ആറ്റം, എന്റെ ഏതോ ഒരു ആറ്റം, എ എന്നൊരു ആറ്റം എടുക്കാം. എ എന്നൊരു ആറ്റമാണിത്. ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ അടം വരെ ശ്രദ്ധിക്കണേ. ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ഈ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ആറ്റം. ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ലെങ്ത് ആണെന്ത്? റേഡിയസ് ഓഫ് ദി ആറ്റം. ശരി, നമുക്ക് നോക്കാം. അപ്പം ബോണ്ട് ലെങ്ത് എന്താണെന്ന് ഞാൻ രണ്ട് ആറ്റം കൺസിഡർ ചെയ്യണേ. ഓക്കെ, ഇതെന്റെ എ എന്ന ആറ്റം, ഇതെന്ന ബി എന്ന ആറ്റം. ഓക്കെ, ഈ എ എന്ന ആറ്റത്തിന്റെ സെന്റർ മുതൽ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയാണ് അതിന്റെ റേഡിയസ്. നമുക്ക് RA എന്ന് എടുക്കാം. അതുപോലെ ബി എന്ന ആറ്റത്തിന്റെ സെന്റർ മുതൽ അതിന്റെ ഔട്ടർമോസ്റ്റ് വരെയാണ് അതിന്റെ റേഡിയസ് RB. ഈ ടോട്ടൽ ലെങ്ത് ഇല്ലേ, RA + RB, ഇതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ലെങ്ത്. എന്താണ് അപ്പം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ അടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ വരെയുള്ള ലെങ്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോണ്ട് ലെങ്ത്. ശ്രദ്ധിക്കണേ, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ അടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ വരെയുള്ള ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ലെങ്ത്. ഓക്കെ, ശരി. ഇതിപ്പോ ഞാൻ എടുത്ത ആറ്റം എയും ബിയും രണ്ട് വ്യത്യസ്ത ആറ്റം ആവാമല്ലോ. ചിലപ്പോ എന്താവും, സെയിം ആറ്റം ആവാം. ഒന്നെങ്കിൽ ഇത് ചെറിയ ആറ്റം, ഇത് വലിയ ആറ്റം ആവാം. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ബോണ്ട് ലെങ്ത് നീളം കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോഴ് ഞാൻ പറഞ്ഞു ഈ ആറ്റത്തിന്റെ സൈസ് അനുസരിച്ച് ഈ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും, നീളം കൂടുകയും കുറയുകയും ചെയ്യുന്നു പറഞ്ഞു. ചിലപ്പം രണ്ട് ചെറിയ ആറ്റം ആണെങ്കിൽ ഈ പറഞ്ഞ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും, അത്ര ചെറുതായിരിക്കും. ഇനി അതല്ല, രണ്ട് വലിയ ആറ്റങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ആ ബോണ്ട് ലെങ്ത് വളരെ വളരെ നീളം കൂടുതലായിരിക്കും. ആണല്ലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബോണ്ട് ലെങ്ത് നീളം കൂടുമ്പോഴായിരിക്കോ കുറയുമ്പോഴായിരിക്കോ അത് ഇത്തിരി സ്ട്രോങ് ആവുന്നേ? നീളം കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ അത് എന്ത് ചെയ്യണേ, സ്ട്രോങ് ആവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു ചെറിയ ഒരുപോലത്തെ സൈസ് ഉള്ള കമ്പ് എടുക്കുക. നിങ്ങൾ കമ്പോ എന്തെങ്കിലും എടുക്കുക. ഒന്നിന് നല്ല നീളമുണ്ട്, ഒന്നിന് നീളം കുറവാണെന്ന് സങ്കല്പിക്കുക. ഈ നീളം കൂടിയത് ഒടിക്കാനാണോ എളുപ്പം, നീളം കുറവുള്ള ഒടിക്കാനാണോ എളുപ്പം? ഉറപ്പായിട്ടും നീളം കൂടി ഒടിക്കാനല്ലേ എളുപ്പം. കാരണം നീളമുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബലം കൊടുത്താൽ മതി, അത് ഒടിക്കാൻ പറ്റും. ഇത് നീളം കുറവുള്ളതാണെങ്കിൽ ഒടിക്കാൻ നല്ല എനർജി കൊടുക്കേണ്ടി വരും അല്ലേ. നമ്മൾ നല്ല ശക്തി ഉപയോഗിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, അത് ഒടിക്കത്തുള്ളൂ. പക്ഷെ നീളം കൂടിയതാണെങ്കിലോ, ശക്തി കൊടുക്കണം, പക്ഷെ അത്ര ശക്തി കൊടുക്കണോ? വേണ്ട, കുറച്ച് ശക്തി കൊടുത്താൽ മതി, എന്ത് ചെയ്യും, പെട്ടെന്ന് പൊട്ടും. പക്ഷെ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം ചോട്ടെ, ഈ പറഞ്ഞ ലെങ്ത് അളക്കാനായിട്ട് എനിക്ക് ഏതെങ്കിലും സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റൂ? ഇല്ല അല്ലെ. ഇതൊക്കെ ആറ്റത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ആറ്റത്തിന്റെ റേഡിയസിന്റെ കണക്കാണ് അല്ലേ. ആറ്റം തന്നെ വളരെ വളരെ ചെറുതാണ്, എനിക്ക് നോക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതിന്റെയൊക്കെ
റേഡിയസ് കണ്ടെത്തുക, അതിന്റെ ബോണ്ട് ലെങ്ത് കണ്ടെത്തുക, ഇതൊക്കെ അളന്നു നോക്കാൻ പറ്റുന്നതാണോ? ഒരിക്കലും അല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന കുറെ ടെക്നിക്സ് ഉണ്ട്. സ്പെക്ട്രോമെട്രി അല്ലെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ടെക്നിക്ക് ഉപയോഗിക്കും. നമുക്കതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ് ബോണ്ട് ലെങ്ത് കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? സ്ട്രെങ്ത് കുറയും. മറക്കരുത്, ബോണ്ട് ലെങ്ത് കൂടുന്ന അനുസരിച്ച് സ്ട്രെങ്ത് കുറയും. ഓക്കെ, ഞാൻ ബോണ്ട് ലെങ്ത് ആണെന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ബോണ്ട് ലെങ്തിന്റെ ഡെഫിനിഷൻ എന്ന്. ബോണ്ട് ലെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ടു ബോണ്ടഡ് ആറ്റം ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ ഇരിക്കുന്ന രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോണ്ട് ലെങ്ത്. ഒരു കൂടി പറയാമേ, ഒരു മോളിക്യൂളിൽ ഇരിക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോണ്ട് ലെങ്ത്. ഇത്രയേ ഉള്ളൂ. നോട്ട്സ് വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. നോക്കാം നമുക്ക് ബാക്കി ഭാഗത്തെ കുറിച്ച്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണേ. അതായത് ഇത് രണ്ട് ആറ്റം, എ എന്ന ആറ്റം, ബി എന്ന ആറ്റം. ഈ ആറ്റത്തിന്റെ സെന്റർ, ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് എന്ത്? റേഡിയസ് എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ഈ റേഡിയസിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന് കോവാലന്റ് റേഡിയസും രണ്ട് വാൻഡർവാൽ റേഡിയസും. ശ്രദ്ധിക്കണേ, രണ്ട് ടേമായിട്ട് ഡിഫൈൻ ചെയ്യാം. ഒന്ന് കോവാലന്റ് റേഡിയസും രണ്ടെന്താണ്? വാൻഡർവാൽ റേഡിയസും. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് കോവാലന്റ് റേഡിയസ്. ഈ കോവാലന്റ് റേഡിയസ് കണക്കാക്കുമ്പോൾ നമുക്കറിയാം ആ ആറ്റങ്ങൾ എന്തായിരിക്കണം? കോവാലന്റ്ലി ബോണ്ടഡ് ആയിരിക്കണം, ആണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസ് സെല്ലുണ്ടല്ലോ, അത് നമ്മൾ കണക്ക് കൂട്ടില്ല. അതിന്റെ വാലൻസ് സെല്ല് നമ്മൾ എന്ത് ചെയ്യില്ല? കണക്ക് കൂട്ടില്ല. അതിനുശേഷമുള്ള, അതായത് ഇപ്പം ഉദാഹരണത്തിന് 3 ഷെല്ലുണ്ടെന്ന് വെച്ചോ. ശരിക്കും അതിനകത്ത് 3 ഷെല്ലുണ്ട്. അപ്പം മൂന്നാമത്തെ ഷെല്ലല്ലേ വാലൻസ് ഷെല്ല്. ആ ഷെല്ല് നമ്മൾ എന്ത് ചെയ്യില്ല? കണക്ക് കൂട്ടില്ല. ആദ്യത്തെ 1, 2 അതുവരെ കണക്ക് കൂട്ടുള്ളൂ. ആ 2 വരെയുള്ള അതിനെ വിളിക്കുന്ന പേരാണ് കോർ. അപ്പം ആ കോറിന്റെ സെന്റർ മുതൽ ആ കോർ തീരുന്നത് വരെ അതാണ് നമ്മൾ എന്ത് ചെയ്യണേ? കണക്ക് കൂട്ടണേ. അപ്പൊ ഇതൊരു ആറ്റമാണ്, ഒരു മോളിക്യൂളാണ്, കോവലന്റ്ലി മോളിക്യൂളാണ്. നമുക്ക് ഈ വരച്ചിരിക്കുന്നതാണ് എന്ത്? അതിന്റെ വാലൻസ് ഷെല്ല്. നമ്മൾ എന്ത് ചെയ്യില്ല? കണക്ക് കൂട്ടൂല. അപ്പൊ എന്താ? അകത്തുള്ള ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോർ. ഞാൻ നേരത്തെ പറഞ്ഞ് വാലൻസ് ഷെല്ല് ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? കോർ. ആ കോറിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ അടുത്ത ആറ്റം സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള ഈ ലെങ്തിനെ വിളിക്കുന്ന പേരാണെന്ത്? കോവലന്റ് റേഡിയസ്. ശ്രദ്ധിക്കണേ, ഒരിക്കൽ പറഞ്ഞുതരാം. കോവലന്റ് റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വാലൻസ് ഷെല്ല് ഒഴിവാക്കണം. വാലൻസ് ഷെല്ല് ഒഴിവാക്കിയതിനു ശേഷം ബാക്കിയുള്ളതിനെ കോർ എന്ന് വിളിക്കും. ആ കോറ് ഇതാണ് വാലൻസ് ഷെല്ല്. വാലൻസ് ഷെല്ല് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ് കോറ്. ആ കോറിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ അടുത്ത ആറ്റം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടം വരെയുള്ള ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? കോവാലന്റ് റേഡിയസ്. അപ്പൊ ഇതാണെന്ത്? കോവാലന്റ് റേഡിയസ് ഓഫ് ഈ ആറ്റത്തിന്റെ. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെയാണ് ഈ ആറ്റത്തിന്റെ കോവാലന്റ് റേഡിയസ്. ഓക്കെ, ഈ ലെങ്ത് ആയിരിക്കും നമ്മളെ ബോണ്ട് ലെങ്ത് ആയിട്ട് വരുന്നത്. ശരി, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത വാൻഡർവാൽ റേഡിയസിന്റെ നോക്കാം. വാൻഡർവാൽ റേഡിയസ് കോവാലന്റ് റേഡിയസിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? മൊത്തം കൺസിഡർ ചെയ്യും. ഏതോട്ട്? വാലൻസ് ഷെല്ല് ഉൾപ്പെടെ കൺസിഡർ ചെയ്യുന്നതാണ് വാൻഡർവാൽ റേഡിയസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ ആറ്റത്തിൽ വരയ്ക്കാം. ഈ ആറ്റത്തിന്റെ വാലൻസ് മുതൽ ഈ സെന്റർ കോറിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? വാൻഡർവാൽ റേഡിയസ്. അപ്പൊ ഇത് ഞാൻ കോവലന്റ് റേഡിയസ് RC എന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് വാൻഡർവാൽ റേഡിയസ് ആണ്, വാൻഡർവാൽ റേഡിയസ്. ഓക്കെ, ഇതോടുകൂടി ഈ 2 ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിഫറൻഷ്യൽ ചെയ്ത് കാണിച്ചു തരാം. നോക്കാം നമുക്ക് എന്താണ് കോവലന്റ് റേഡിയസ് എന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് അപ്രോക്സിമേറ്റ്ലി ആസ് ദ റേഡിയസ് ഓഫ് ആൻ ആറ്റംസ് കോർ which is in contact with the core of an adjacent atom in a bonded situation. നോക്കിയാണേ, ഒരു ബോണ്ടഡ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന 2 ആറ്റങ്ങൾ കൺസിഡർ ചെയ്യുന്ന ആറ്റങ്ങളുടെ ഒരു ആറ്റത്തിന്റെ കോറിന്റെ റേഡിയസ് ഏതുവരെ? അടുത്ത ആറ്റത്തിന്റെ കോർ വരെയുള്ള ആ ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോവാലന്റ് റേഡിയസ്. ഓക്കെ,
നോട്ട് വേണമെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. നോക്കാം നമുക്ക് എന്താണ് വാൻ ഡെർ വാൽസ് റേഡിയസ് എന്ന്. Van der Waals radius represent the overall size of an atom which include its valence shell in a non-bonded situation. അതായത് ഒരു ആറ്റത്തിന്റെ എന്താണ് നോൺ ബോണ്ടഡ് സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു ആറ്റത്തിന്റെ ഓവറോൾ റേഡിയസ് ഏതുൾപ്പെടെ ഇറ്റ്സ് വാലൻസ് ഷെല്ല് ഉൾപ്പെടെയുള്ള ഓവറോൾ സൈസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത് വാൻ ഡെർ വാൽ റേഡിയസ്. അപ്പൊ മാറിപ്പോകരുത്. കോവലന്റ് റേഡിയസ് എന്താണ് വാലൻസ് ഷെല്ല് ഉൾപ്പെടാതെ എടുക്കുന്ന കോറിന്റെ മാത്രം റേഡിയസ് എടുക്കുന്നതാണ് കോവലന്റ് റേഡിയസ്. സി കോവലന്റ് റേഡിയസ് എന്താണ് കോറിന്റെ മാത്രമുള്ള റേഡിയസ്. വാൻ ഡെർ വാൽ റേഡിയസ് എന്തായിരിക്കും ഓവറോൾ സൈസ് എടുക്കും. അപ്പൊ എന്ത് ചെയ്യും വാലൻസ് ഷെല്ല് ഉൾപ്പെടെ എന്ത് ചെയ്യും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, നോട്ട്സ് വേണമെന്നുള്ളവർ എടുത്തോളൂ. മറത്തരാം. ബോണ്ട് എൻതാൽപ്പി നോക്കാം. എൻതാൽപ്പി മീൻസ് എനർജി. ബോണ്ട് എൻതാൽപ്പി നോക്കാം. എന്താണ് ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ചാൽ ഒരു ബോണ്ട് ഉണ്ട്, നിങ്ങൾ കൺസിഡർ ചെയ്തോ. ഇപ്പം എ എന്നൊരു ആറ്റവും ബി എന്നൊരു ആറ്റവും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട്. ഒരു ആറ്റം എ എന്ന ആറ്റവും ബി എന്ന ആറ്റവും തമ്മിലുള്ള ബോണ്ട്. ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇതാണത് ബോണ്ട് ലെങ്ത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു. ഈ ഇതിന്റെ എനർജി എത്രമാത്രം എനർജി കൊടുത്താലാണ് എനിക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് എന്തുമാത്രം എനർജി കൊടുത്താലാണ് ഈ ബോണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം ബ്രേക്ക് ചെയ്യാൻ പറ്റണം. ആ എനർജിയുടെ അളവാണ് ബോണ്ട് എൻതാൽപ്പി. ഞാൻ എന്തുമാത്രം എനർജി കൊടുത്താലായിരിക്കും ഒരു ബോണ്ട് എന്ത് ചെയ്യണേ ബ്രേക്ക് ആവുന്നേ. ശരിക്കും പറഞ്ഞാൽ ഒരു ബോണ്ട് അല്ല, ഒരു മോൾ ഇതുപോലെയുള്ള എ ബി ആറ്റങ്ങളുടെ ഒരു മോൾ എടുക്കണം. ഒരു മോൾ ആറ്റങ്ങളുടെ എന്ത് ചെയ്യണം ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്ന എനർജിയുടെ അളവാണ് ബോണ്ട് എൻതാൽപ്പി. സൂചിപ്പിക്കുന്ന സിമ്പല് കിലോ ജൂൾ പെർ മോൾ ആണ്. യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ ആണ്. ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്, ഒരു ബോണ്ട് എന്നല്ല, ഒരു മോൾ ബോണ്ട് പൊട്ടിക്കാനായിട്ട് ആവശ്യമായി വരുന്ന എനർജിയുടെ അളവാണ് ബോണ്ട് എൻതാൽപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു നീളമുള്ള കമ്പ് ചുമ്മാ പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല. ചുമ്മാ പൊട്ടടാന്ന് പറഞ്ഞാൽ പൊട്ടുവോ? ഇല്ല. എന്ത് ചെയ്യണം, ഞാൻ കുറച്ച് ശക്തി ഉപയോഗിച്ചാലേ എന്ത് ചെയ്യുള്ളൂ അത് പൊട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന ശക്തിയുടെ അളവ് എത്രയാണോ അതാണെന്ത് ബോണ്ട് എൻതാൽപ്പി. ഇനി നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ബോണ്ട് ലെങ്ത് കൂടുതലാണെങ്കിൽ ശക്തി എന്തായിരിക്കണം കുറവായിരിക്കണം അല്ലേ. നീളം കൂടുതലാണെങ്കിൽ ഞാൻ കുറച്ച് ശക്തി കൊടുത്താൽ മതി, എന്ത് ചെയ്യും അത് പൊട്ടും. നീളം കുറവാണെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവാണെങ്കിൽ ആലോചിച്ച് നോക്ക്. ബോണ്ട് ലെങ്ത് കുറവാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. അപ്പം എങ്ങനെ പറയാം, ബോണ്ട് എനർജിയും അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പിയും ബോണ്ട് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ലെങ്ത് കൂടിയാൽ ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യും കുറയും. കാരണം കുറച്ച് എനർജി കൊടുത്താൽ എന്ത് ചെയ്യും അത് പൊട്ടും. പക്ഷെ ബോണ്ട് ലെങ്ത് കുറവാണെങ്കിലോ ഞാൻ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. എന്തിനാണ് അത് പൊട്ടിക്കാൻ. അപ്പൊ അങ്ങനെ പറയാം, നോക്കിയാണേ. ബോണ്ട് എൻതാൽപ്പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ് ബോണ്ട് ലെങ്ത്. നിങ്ങൾക്ക് അറിയാലോ എന്താണ് സംഭവം. ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് ബോണ്ട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പി കുറയും. ബോണ്ട് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പി കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടിയ മറ്റത് കുറയും. അതാണ് 1/8 നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ബോണ്ട് എൻതാൽപ്പിയും ബോണ്ട് സ്ട്രെങ്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആലോചിച്ച് നോക്ക്. ബോണ്ട് എൻതാൽപ്പി തന്നെ അല്ലേ ബോണ്ട് സ്ട്രെങ്ത്. ആലോചിച്ച് നോക്ക്. എന്തുമാത്രം സ്ട്രോങ് ആണോ അത്രമാത്രം എനർജി കൊടുക്കേണ്ടി വരും പൊട്ടിക്കാൻ അല്ലേ. ഇപ്പം ബോണ്ട് സ്ട്രെങ്ത് വളരെ കുറവാണെങ്കിൽ ഞാൻ കുറച്ച് എനർജി കൊടുത്താൽ മതി, എന്ത് ചെയ്യും അത് പൊട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എൻതാൽപ്പി. അല്ലേ, ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോണ്ട് എൻതാൽപ്പിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് സ്ട്രെങ്ത് കൂടിയ ബോണ്ട് എൻതാൽപ്പിയും കൂടും അല്ലേ. അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി കൂടിയ ബോണ്ട് സ്ട്രെങ്ത് കൂടുതൽ അർത്ഥം ആണല്ലോ. കാരണം എന്താണ്, ബോണ്ട് സ്ട്രെങ്ത് വളരെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഞാൻ ഒരുപാട് എനർജി കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ അത് പൊട്ടത്തുള്ളൂ.
പൊട്ടിക്കാനുള്ള എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, പൊട്ടിക്കാനുള്ള എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി. അപ്പൊ എങ്ങനെ പറയാം? ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്, ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് അല്ലേ? ബോണ്ട് സ്ട്രെങ്ത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് ആണ്. ബോണ്ട് ലെങ്ത് കൂടിയ സ്ട്രെങ്ത് കുറയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കിയാണേ, ഞാൻ ഒരു ആറ്റം എടുക്കുകയാണേ. ആറ്റം ഇപ്പൊ ഉദാഹരണത്തിന് വാട്ടർ എടുത്തു. വാട്ടർ എന്ന ആറ്റം എടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിക്കും? വേണ്ട, ഇവിടെയും ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ടാണ്, ഇവിടെയും ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ടാണ്. ആ കാര്യം സംശയമില്ലല്ലോ. അപ്പം ഞാൻ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് എന്തുമാത്രം എനർജി കൊടുക്കുന്നോ അതേ എനർജി തന്നെ ആയിരിക്കുമല്ലോ ഇത് പൊട്ടിക്കാനും, അല്ലേ? ഇവിടെയും ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ടാണ്, ഇവിടെയും ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്തുമാത്രം എനർജിയാണ് കൊടുത്ത് പൊട്ടിക്കുന്നത് അതേ എനർജി ആയിരിക്കണ്ടേ ഇവിടെ കൊടുത്ത് പൊട്ടിക്കേണ്ടത്? ആണല്ലോ. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ കണ്ടീഷനിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ ഉദാഹരണത്തിന് ഈ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 502 കിലോ ജൂളൊക്കെ വേണം. അത്ര എടുക്കുന്നില്ല, എന്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 100 കിലോ ജൂൾ പെർ മോൾ വേണമെന്ന് വെച്ചോ. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്ക് 100 കിലോ ജൂൾ പെർ മോൾ യൂണിറ്റ് മതി, അല്ലെങ്കിൽ അത്ര എനർജി മതി പൊട്ടിക്കാൻ. പക്ഷേ ഈ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ എനിക്ക് എന്ത് മതി? 50 കിലോ ജൂൾ പെർ മോൾ മതിയായിരിക്കും. അതിനുള്ള കാരണം ഇതൊരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെ എൻവയോൺമെന്റ്, സ്റ്റെബിലിറ്റി, കെമിക്കൽ സംഭവങ്ങളെല്ലാം മാറും. അതുകൊണ്ടാണ് എനിക്ക് അത്രയും വേണ്ടാത്ത. ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. അതൊക്കെ അതിന്റെ ഇഷ്ടം. ഓക്കെ, അപ്പൊ നോക്കിയാണേ, ഇവിടെ സെയിം ആറ്റങ്ങളായിരുന്നല്ലേ? ഇവിടെയും ഹൈഡ്രജൻ ഓക്സിജൻ ആണ്, ഇവിടെയും ഹൈഡ്രജൻ ഓക്സിജൻ ആണ്. ഇതെന്തായത്? H2O, വാട്ടർ കേട്ടാ. ഓക്കെ, അപ്പം ഈ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്ക് 100 കിലോ ജൂൾ പെർ മോൾ വേണ്ടി വന്നു. ഇവിടെ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 50 കിലോ ജൂൾ പെർ മോൾ വേണ്ടി വന്നു. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്? അവിടുത്തെ കെമിക്കൽ റിയാക്ഷനിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റെബിലിറ്റി ഒക്കെ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് എനിക്ക് അത്ര എനർജി വേണ്ടാത്ത. ഓക്കെ, അപ്പം ഈ അവസ്ഥയിൽ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോളി അറ്റോമിക് ആറ്റത്തിലെ ബോണ്ട് എൻതാൽപ്പി കണ്ടെത്താനായിട്ട് ഞാൻ ശരിക്കും ചെയ്യുന്നത് അതിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് ബോണ്ട് എൻതാൽപ്പിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് ബോണ്ട് എൻതാൽപ്പി, മീൻ അല്ലെങ്കിൽ മീൻ ഓർ ആവറേജ് ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ. അപ്പൊ ഇവിടെ അങ്ങനെ നോക്കാം. ഇവിടെ 100 50, 100 പ്ലസ് 50 ബൈ ഇവിടെ 2 ബോണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ആവറേജ് എടുക്കുമ്പോൾ എന്താണ്? 2 കൂട്ടിയിട്ട് അതിന്റെ പകുതി അല്ലേ? അപ്പൊ എത്ര? 150 ബൈ 2 75 കിലോ ജൂൾ പെർ മോൾ എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാണെന്ത്? മീൻ ഓർ ആവറേജ് ബോണ്ട് എൻതാൽപ്പി. എന്താണ്? ഒരു പോളി അറ്റോമിക് മോളിക്യൂളില് ഒരു ബോണ്ട് ബ്രേക്ക്, സെയിം ആറ്റങ്ങളാണെങ്കിൽ പോലും ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ആറ്റം ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന എനർജി ആയിരിക്കില്ല അടുത്തത് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് എല്ലാത്തിന്റെയും ആവറേജ് കൺസിഡർ ചെയ്യും. അങ്ങനെ ആവറേജ് എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മീൻ ബോണ്ട് എൻതാൽപ്പി ഓർ ആവറേജ് ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് മാറ്റിയാണേ. നോക്കാം, നമുക്ക് മറ്റൊരു ഉദാഹരണത്തെ കിട്ടും. ഒരു AB4 നോക്കാം. നോക്കിയാണേ, AB4 എന്ന ആറ്റം. ഏതോ ആറ്റം, ഞാൻ ചുമ്മാ എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒരു A യൂണിറ്റ് വേണ്ടി വന്നു. ഇത്ര എനിക്ക് അറിഞ്ഞൂടാ, A യൂണിറ്റ്. സോ അങ്ങനെയാണ് ഇതിന് B യൂണിറ്റ്, ഇതിന് C യൂണിറ്റ്, ഇതിന് D യൂണിറ്റ്. ഞാൻ പറഞ്ഞില്ല, എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പൊ എങ്ങനെ ചെയ്യാം? ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു മീൻ ഓർ ആവറേജ് ബോണ്ട് എൻതാൽപ്പി ആണ്. ഇങ്ങനെ ചെയ്യും? A പ്ലസ് B പ്ലസ് C പ്ലസ് D കൂട്ടുക ഡിവൈഡ് ബൈ എത്ര ബോണ്ട് ഉണ്ട്? 4 എണ്ണം, അല്ലെങ്കിൽ ഇവിടെ 4 എണ്ണം ഉണ്ട്. സോ 4. ഇതാണെന്ത്? മീൻ ഓർ ആവറേജ് ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ബോണ്ട്സ്. അതാണ് ശരിക്കും. ഉദാഹരണത്തിന് ഞാൻ വാട്ടർ എടുക്കണം. വാട്ടർ എടുത്ത് നോക്കിയാണെ, ഇവിടെയും ഇവിടെയും ഈ ബോണ്ടും
ബോണ്ടും ഈ ബോണ്ടും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോണ്ട് ആംഗിൾ. ആംഗിൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ഡിഗ്രിയിലാണ് എന്ത് ചെയ്യണേ? മെഷർ ചെയ്യുന്നത്. ഡിഗ്രിയിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ നോക്കിയാണേ, നേരത്തെ പറഞ്ഞ കണക്ക് ബോണ്ട് ആംഗിൾ എന്താണ്? രണ്ട് ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോണ്ട് ആംഗിൾ. ഡിഗ്രിയിലാണ് സൂചിപ്പിക്കുന്നത്. വേറെ പറയാനായിട്ട്, ഈ ബോണ്ട് ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോമ്പൗണ്ടിന്റെയും അല്ലെങ്കിൽ ഏതൊരു മോളിക്യൂളിന്റെയും ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വാട്ടർ ഇങ്ങനെയല്ലേ വരച്ചത്? നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേക്കും ഷേപ്പ് പഠിക്കും കേട്ടാ. നമ്മൾ അടുത്ത പഠിക്കുമ്പോൾ ഷേപ്പ് പഠിക്കും. തൽക്കാലം ജസ്റ്റ് കേട്ടിരുന്നു, വാട്ടറിന്റെ ഷേപ്പ് ഇതുപോലെ ബി ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ബി ഷേപ്പ് എന്ന് പറയാനുള്ള കാരണം ഈ പറഞ്ഞ കണക്ക് ഈ ബോണ്ട് തമ്മിലുള്ള ആംഗിൾ ഇത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഈ ബോണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് വാട്ടറിന്റെ കേസിൽ 104.5 ഡിഗ്രി ആണ്. അപ്പം ജസ്റ്റ് ഈ ബോണ്ട് തമ്മിലുള്ള ആംഗിൾ എത്രയാണോ അതാണ് എന്ത്? ബോണ്ട് ആംഗിൾ. ഞാൻ നേരത്തെ പറഞ്ഞ് ഇതെന്താണ്? നമ്മൾ വരയ്ക്കുന്ന സ്ട്രക്ചറാണ് ഈ വരയൊക്കെ. ശരിക്കും ആറ്റത്തിൽ അല്ലെങ്കിൽ ആ മോളിക്യൂളിൽ ഇതുപോലെ വരയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ പോയി മെഷർ ചെയ്യാനായിട്ടൊന്നും ഉണ്ടോ? ഇല്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കണ്ണുകൊണ്ടൊന്നും കണ്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. പോയി അളന്ന് മെഷർ ചെയ്യാനൊന്നും. നേരത്തെ പറഞ്ഞ കണക്ക് എക്സ്റേ ഡിഫ്രാക്ഷനോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യണേ? ഇതൊക്കെ മെഷർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചില്ലേ? ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ആ സ്ട്രക്ചറിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഇത് മെഷർ ചെയ്യുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് ബോണ്ട് ലെങ്ത് തമ്മിലുള്ള അല്ലെങ്കിൽ ഈ രണ്ട് ബോണ്ടിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ബോണ്ട് ആംഗിൾ. ഓക്കെ, ഡിഫൈൻ ചെയ്ത് തരാമേ. നോക്കാം ബോണ്ട് ആംഗിളിന്റെ ഡെഫിനിഷൻ എന്താണെന്ന്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. എന്താണ്? ഒരു സെൻട്രൽ ആറ്റം ഉണ്ടായിരിക്കും. ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആ സെൻട്രൽ ആറ്റവും ബാക്കി ആറ്റങ്ങളും തമ്മിൽ അവരുടെ, അതായത് ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഇലക്ട്രോണുകളുടെ ഓർബിറ്റൽസിന്റെ ആംഗിൾ ആണെന്ത്? നമ്മുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയാ. സെൻട്രൽ ആറ്റത്തിന്റെ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ആ മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റവും ബാക്കി ആറ്റങ്ങളും തമ്മിലുണ്ടാവുന്ന ബോണ്ടിങ് ഇലക്ട്രോൺ ആ ഓർബിറ്റലിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണെന്ത്? ബോണ്ട് ആംഗിൾ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ബോണ്ട് ഓർഡർ. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ശരിക്കും ഒരു നമ്പറാണ്. എന്ത് നമ്പർ എന്നറിയാമോ? ഒരു കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് എന്തുമാത്രം ബോണ്ടുകൾ ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ബോണ്ട് ഓർഡർ. ഉദാഹരണത്തിന് ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്കറിയാം സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ഓർഡർ 1, ഒരു ബോണ്ട് അല്ലേ ഉള്ളൂ. ഓക്സിജൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് ഓക്സിജൻ ആണല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാം? അതിന്റെ ബോണ്ട് ഓർഡർ 2. ഓക്കെ, നൈട്രജൻ ആണെങ്കിലോ? നൈട്രജൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. സോ ബോണ്ട് ഓർഡർ 3. നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ശരിക്കും ഇതാണ് സംഭവം. പക്ഷെ എന്നിരുന്നാലും ഇതിന് പ്രാധാന്യമുണ്ട്. നോക്കാണ്, ബോണ്ട് ഓർഡർ മീൻസ് സ്ട്രെങ്ത്. ബോണ്ട് സ്ട്രെങ്ത് ആണ് ശരിക്കും എന്ത്? ബോണ്ട് ഓർഡർ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് സിംഗിൾ ബോണ്ട് ആകുമ്പോഴത്തേക്കും ബോണ്ട് ഓർഡർ ശകലം കുറവ് 1. അപ്പൊ എന്താണ്? സ്ട്രെങ്ത് ശകലം കുറവാണ്. ഡബിൾ ബോണ്ട് ആകുമ്പോഴോ സ്ട്രെങ്ത് കൂടും. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോഴോ സ്ട്രെങ്ത് കുറച്ചും കൂടെ കൂടും, അതായത് വാല്യൂ. അപ്പം ബോണ്ട് ഓർഡർ ശരിക്കും എന്താണ് പറയണേ? നമുക്ക് എന്തുമാത്രം സ്ട്രെങ്ത് ആണ്, ആ ഒരു ബോണ്ട് എന്തുമാത്രം സ്ട്രോങ്ങർ ആണ് എന്ന് പറയുന്നതാണ്. അപ്പം ഇവിടെ ആണെങ്കിൽ ഇതിന്റെ 2 ഇരട്ടി സ്ട്രെങ്ത് ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ ആണെങ്കിലോ ഇതിന്റെ 3 ഇരട്ടി സ്ട്രെങ്ത് ഉണ്ട് എന്നർത്ഥം. അപ്പം ജസ്റ്റ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ബോണ്ട് എണ്ണം മാത്രമല്ല, ശരിക്കും എന്താണ്? ആ സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തുമാത്രം സ്ട്രെങ്ത് ആണ് ആ ബോണ്ട് എന്നുള്ളതാണ്. ഈ ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ട് എന്തുമാത്രം സ്ട്രെങ്ത് ആണ്? 1 ഉള്ളൂ. എന്നാൽ ഈ ഓക്സിജൻ തമ്മിലുള്ള സ്ട്രെങ്ത് ഇതിന്റെ ഇരട്ടി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. നൈട്രജന്റെ ആണെങ്കിലോ ഇതിന്റെ 3 ഇരട്ടി ഉണ്ട്, ഇതിനേക്കാളും ഒരെണ്ണം കൂടുതലാണ് എന്ന് കാണിക്കുന്നതാണ് എന്ത്? ബോണ്ട് ഓർഡർ. ഓക്കെ, നോക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ബോണ്ട് ഓർഡറും ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് ലെങ്ത് നമുക്ക് എങ്ങനെ പറയാം? ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടും ആണല്ലോ. ബോണ്ട് സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പി കൂടും. ഇവര് 3 പേരും കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് ലെങ്ത് കുറവ് ആണല്ലോ. ശരിക്കും അങ്ങനെയല്ലേ? ബോണ്ട് ലെങ്ത് കുറഞ്ഞാലല്ലേ ബോണ്ട് എൻതാൽപ്പി കൂടത്തുള്ളൂ. ബോണ്ട് ലെങ്ത് കുറഞ്ഞാലല്ലേ ബോണ്ട് സ്ട്രെങ്ത് കൂടത്തുള്ളൂ. ബോണ്ട് ലെങ്ത് കുറഞ്ഞാലല്ലേ ബോണ്ട് ഓർഡറും കൂടത്തുള്ളൂ. ഓക്കെ,
അത് ഞാൻ പറയുന്നത് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, എണ്ണത്തെ അല്ല സൂചിപ്പിക്കുന്ന സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പൊ അത് എഴുതി കാണിച്ചു തരാം. നോക്കിയാണേ, നോക്കാം. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ആണല്ലോ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എൻതാൽപി, വിച്ച് ഈസ് എല്ലാം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് അല്ലേ. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എൻതാൽപി. ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇതിൽ ഏത് കൂടിയാലും പരസ്പരം കൂടിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കൂടണമെങ്കിൽ ആര് കുറയണം? ബോണ്ട് ലെങ്ത് കുറയണം. അതാ തിരിച്ചു പറഞ്ഞ ബോണ്ട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഇവയെല്ലാം എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഡെഫിനിഷൻ എഴുതി കാണിക്കാം. ഡെഫിനിഷൻ മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് ലാസ്റ്റ് പറയാം ഡെഫിനിഷൻ കഴിഞ്ഞിട്ട്. നോക്കാം ബോണ്ട് ഓർഡർ എന്താണെന്ന്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ദ ടു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള നമ്പർ ഓഫ് ബോണ്ടിനെ എണ്ണമാണെന്ത്? ബോണ്ട് ഓർഡർ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ദ ടു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഓക്കെ, നോട്ട്സ് ആണെന്നുള്ളത് എടുത്തോളൂ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കാം എന്താണെന്ന് വായിക്കണേ. നോക്കാം നമുക്ക് ബോണ്ട് ഓർഡർ ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ്? ഐസോ ഇലക്ട്രോണിക് എന്ന് വെച്ചാൽ ഐസോ മീൻസ് സെയിം. ഐസോ മീൻസ് സെയിം, ഇലക്ട്രോണിക് മീൻസ് ഇലക്ട്രോൺസ്. അപ്പം സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസിന്റെ ബോണ്ട് ഓർഡർ എന്താണെന്ന് അറിയാമോ? ഈക്വൽ ആയിരിക്കും. ഉദാഹരണത്തിന് എന്നോട് ചോദിക്കുകയാണ് ഫ്ലൂറിന്റെ തന്നിട്ട് നമ്മളോട് ചോദിക്കും O22 മൈനസിന്റെ ബോണ്ട് ഓർഡർ എത്ര എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വെറുതെ O22 മൈനസിന്റെ ബോണ്ട് ഓർഡർ ചോദിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ വരച്ച് കഷ്ടപ്പെട്ട് അതിന്റെ ആവശ്യമില്ല. നോക്കാം, ഫ്ലൂറിൻ നോക്കാണ് അറ്റോമിക് നമ്പർ 9 ആണ്. സോ അടുത്ത 9 എടുക്കുമ്പോഴത്തേക്ക് എന്താവും? 18 ഇലക്ട്രോൺ ഉണ്ട് ആണല്ലോ. എന്നാ O22 മൈനസ് നോക്കാം. O22 മൈനസ് നോക്കാം. ഓക്കെ, ഓക്സിജന്റത് 8 ആണ്. 2 ആയപ്പോഴത്തേക്കും 16 ആയി. പിന്നെ -2 ഇല്ലേ, 2 ഇലക്ട്രോൺ കൂട്ടണ്ടേ? അപ്പൊ കൂട്ടിയപ്പോഴത്തേക്കും അതും 18 ഇലക്ട്രോൺ. നോക്ക്, രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിം ആണല്ലോ. നോക്ക്, ഫ്ലൂറിന്റെ ബോണ്ട് ഓർഡർ എത്ര? ശരിക്കും പറഞ്ഞാൽ ഫ്ലൂറിൻ 2, 7 എന്നല്ലേ പോണേ. ഒരെണ്ണം കിട്ടിയ സ്റ്റേബിൾ ആവുമല്ലോ. അപ്പൊ ഒരെണ്ണം ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബോണ്ട് ഓർഡർ ഒന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും O22 മൈനസിന്റെ ബോണ്ട് ഓർഡറും 1 ആണ്. ഓക്കെ, ഫ്ലൂറിന്റെ നമുക്ക് ബോണ്ട് ഓർഡർ 1 ആയതുകൊണ്ട് O22 മൈനസിന്റെയും ബോണ്ട് ഓർഡർ 1 ആണ്. കാരണം എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ ബോണ്ട് ഓർഡർ സെയിം ആണ്. നോക്കെ, ഇവിടെയും 18 ആണ്. ഇത് കൂട്ടിയാലും 18 കിട്ടത്തുള്ളൂ. കാരണം ഓക്സിജന്റെ എത്രയാണ്? 8 ആണ്. അടുത്ത ഓക്സിജൻ 8 ആണ്. അപ്പൊ 8 × 16, പിന്നെ -2 2 കൂട്ടുമ്പോ 18 കിട്ടും. ഓക്കെ, മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇത് മാറ്റിയാണേ. നോക്കാം നമുക്ക് N2ന്റെയും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡിന്റെയും. നോക്ക്, നൈട്രജൻ എത്രയാണ് അറ്റോമിക് നമ്പർ? 7 അല്ലേ? ഇപ്പൊ 7 × 14. ഇതിന്റെ 14 ആണെന്ന് അറിയാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ 14 ആണ്. കാർബൺ മോണോക്സൈഡിന്റെയോ നോക്കാം. കാർബണിന്റെ 6 ആണ്. ഓക്സിജൻ 8 ആണ്. 8 × 6 = 14. സോ ഇത് രണ്ടും എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. കാർബണിന്റെയും ഓക്സിജന്റെയും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. നൈട്രജൻ നമുക്കറിയാം 2, 5 അല്ലേ? ഇപ്പൊ സ്റ്റേബിൾ ആണെങ്കിൽ 3 വേണം ആണല്ലോ. അങ്ങനെ നൈട്രജൻ എന്തായിരിക്കും? ഉറപ്പായിട്ടും ട്രിപ്പിൾ ബോണ്ട് ആണ് ഉണ്ടാക്കുന്നത്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെയും ബോണ്ട് ഓർഡർ എത്ര? ട്രിപ്പിൾ ബോണ്ട് ആണ്. അഥവാ ബോണ്ട് ഓർഡർ 3 ആണ്. മറക്കരുത്. അപ്പൊ ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. അല്ലാതെ ഇതിന്റെ പോയി സ്ട്രക്ചർ വരയ്ക്കാനൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. നൈട്രജന്റെയും അതുപോലെ NO+ന്റെയും ഉത്തരം കണ്ടെത്തി കമന്റ് ചെയ്യൂ. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.